അമ്മ പറയുന്നത് അച്ഛൻ പൈസ കൊണ്ടുവെക്കുന്നത് അമ്മ കണ്ടെന്നാ. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അച്ഛൻ പൈസ കൊണ്ടുവെക്കുന്നത് അമ്മ കണ്ടെങ്കിൽ അന്ന് അച്ഛൻ്റെ അന്ത്യമായിരുന്നു. പക്ഷെ അമ്മ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അച്ഛൻ പൈസ കൊണ്ടുപോകുന്നത് അമ്മ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രം അച്ഛൻ ഞാൻ പകുതി വിശ്വസിക്കും. പക്ഷെ ബാക്കി 50% അച്ഛൻ പ്രൂവ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അച്ഛനല്ല ചെയ്തെങ്കിൽ ആ ചെയ്ത ആളെ നമ്മൾ കണ്ടുപിടിക്കണം. അമ്മയുടെ ജോലി കളഞ്ഞ് തന്ത്രപരമായ അച്ഛനെ ഇതിൽ കുടിക്കിയത് ആരാണെന്ന് അറിയണം. അറിയണം മോളെ. എന്നെ ഒരാളെങ്കിലും വിശ്വസിച്ചല്ലോ, അത് മതി. ഒരു കാര്യമില്ലാതെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കള്ളനായി. ഞാൻ പറഞ്ഞ ഈ സത്യം ആരും വിശ്വസിക്കാതായപ്പോഴേ ഈ ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ച ആളാ ഞാൻ. അച്ഛാ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അച്ഛൻ്റെ കൂടെ ഞാനുണ്ട്. അമ്മയുടെ അച്ഛന്റെ വഴക്ക് തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അഞ്ചു ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത്? ആ ത്രിവേണി കേസ് അത് വിട്ടുകളമായി. നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളല്ലേ പപ്പ. ഈ ഒരു കാര്യത്തിനല്ലേ നോ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതൊന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും മനസ്സിലാക്കണ്ട. അപ്പാ, എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയൊരു പെൺകുട്ടിയല്ലേ? എങ്ങനെ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയത്? പിന്നെ നിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കുറെ പെൺകുട്ടികളുടെ കൂടെ ചുറ്റിക്കറക്കുന്ന ഫോട്ടോ കണ്ടല്ലോ, അതൊക്കെ ആര്? അതൊക്കെ ഫ്രണ്ട്സ് ആണ് പപ്പാ. ഇത് ഗേൾ ഫ്രണ്ട് അല്ലേ? എന്റെ മോനെ, നിന്റെ മമ്മി എവിടെയാണെന്ന് പോലും എനിക്കറിയാം. ഇനിയിപ്പോ എപ്പോഴാണ് വിളിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയാമെന്നും എനിക്കറിയില്ല. എന്തിനാ വെറുതെ കൊല്ലാം? അത് മമ്മി വിളിക്കുമ്പോഴല്ലേ? വിളിക്കുമ്പോ നോക്കാം. നിന്റെ മമ്മി വന്നാലോ? മമ്മി ഒന്നും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോണില്ല. മമ്മി ഇതേ പോന്ന്. മായമ്മ വന്നാ? ഓ വന്ന്. നമ്മൾ രണ്ടുപേരും മൈൻഡ് പോലും ചെയ്തില്ല. കിഷോറേട്ടാ, ചെക്കനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ സംസാരിച്ചു. ചെക്ക വെറുതെ ഓരോ കെണി പോയി ചാടണ്ട. അപ്പൊ ഇങ്ങോട്ട് വന്നേ. മമ്മിക്ക് എന്താ പ്രശ്നമുണ്ട്? വാ പോയി നോക്കാം. എന്നാ വാ നോക്കാം.